അളിയൻ മാത്രം ഹോസ്പിറ്റലിൽ നിന്നിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും. അപ്പോൾ രാവിലെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും കടലക്കറിയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് ഇറങ്ങി. എപ്പോഴും ചെയ്യുന്നത് തന്നെ കിടന്ന ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കി വെച്ച്. അപ്പോഴത്തേക്ക് ഷിനാജ് പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഷിനാജിന് ഫുഡ് എടുത്ത് കൊടുത്ത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അല്ലും കൊച്ചൊന്നും സ്കൂളില്ലല്ലോ. അപ്പോൾ 2 ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. അസുഖമാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയതിനെ ചോദിക്കും. പിന്നെ ഉമ്മാതെ അവളെ പിടിച്ചിരുത്തി മുടിയൊക്കെ ഒതുക്കി കെട്ടി കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ തൂക്കാനും തുടക്കാനും ഒക്കെ നിന്നപ്പോഴത്തേക്ക് ഉമ്മ അടുക്കളയിൽ പോയി ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചും ഷിനാജും കൂടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു കേട്ടോ. അവരവിടെ ചെന്നാലാണ് അളിയൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഫുഡ് കഴിച്ച ഉടനെ പോയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. അതായത് നാത്തൂൻ്റെ വീട്ടിലേക്കല്ല, നമ്മുടെ വീട്ടിലേക്ക് പോകും. കാരണം തിങ്കളാഴ്ച മുതൽ ഷിനാജിന് വർക്കിന് പോകണം. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ പോകും വീട്ടിലേക്ക്. ഉമ്മ അവിടെ കുറച്ച് ദിവസം നിന്നിട്ടേ വരത്തുള്ളൂ കേട്ടോ. ഞാനും 2 ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഷിനാജ് ഇവിടെ വന്ന് ഒറ്റക്കാവും. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രശ്നത്തിലാവും. അസ്വാൻ്റെ ഹെയർ സ്റ്റൈൽ ആരും മൈൻഡ് ചെയ്യണ്ട. ഞാൻ നല്ല പണിപെട്ടിട്ടാണ് അതൊന്ന് കെട്ടിക്കൊടുത്തത്. ആളങ്ങനെ മുടിയൊന്നും കെട്ടാൻ നിന്ന് തരത്തില്ല കേട്ടോ. അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഞാൻ പാർട്ടി വെയർ ചുരിദാർ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു മഴ കൊണ്ടിട്ട്. അപ്പോൾ അവിടെ കിടന്നൊരു ചുരിദാർ ഇട്ട് ഞാൻ അങ്ങനെ വന്നതാണ്. അസുഖമാണെങ്കിൽ ചെറിയതിനെ കണ്ടിട്ട് ചുമ്മാ ചെന്ന് ഉമ്മ കൊടുക്കുമായിരുന്നു. കൂടെ കയറി കിടക്കലും തലയിൽ ഇങ്ങനെ തടവി കൊടുക്കലൊക്കെ ആയിരുന്നു. ഷിനാജിന്റെ തലയിൽ ഈ ഷാള് കിടക്കുന്നത് ഞാൻ ബാത്റൂമിൽ പോകാൻ നേരം ഷാള് തലയിലോട്ട് ഇട്ടിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അടുത്ത വീഡിയോ ആക്കിയിട്ട് കാണാം.